അരപ്പിന് നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി ഇത് അടയ്ക്കാതെ വേവിക്കുന്നതാണ് ഏറ്റവും രുചി. ഇത് കാബേജ് തോരൻ. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല അടിപൊളി രുചിയിൽ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. Cook with Sophie, sharing 40 years experience. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാബേജ് തോരൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ കാബേജിൻ്റെ 3/1 എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 2-3 അരപ്പിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാനും ബാക്കി അരിഞ്ഞെടുക്കാൻ. സാധാരണ സവാളയാണല്ലോ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്. അത് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയോ കുറച്ചോ എന്ത് വേണേലും ചെയ്യാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി. ഇതിന് ഒത്തിരി മഞ്ഞ നിറം വേണ്ട, അതുകൊണ്ടാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് പകരം മുളക് ചതച്ചതെടുത്താലും മതി. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. അതുപോലെ കടുകിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മട്ട അരിയാണ്. ഇത് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഈ അരിയും ഉഴുന്നും കഴുകി ഉണങ്ങിയെടുത്തതാണ്. ഒരു 3 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പില, പിന്നെ സാധാരണ പോലെ വെളിച്ചെണ്ണയും ഉപ്പും. ഇനി കാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ നടുക്കത്തെ ഈ കട്ടിയുള്ള ഭാഗം, ഇത് കളയണം. പിന്നെ കൊത്തി അരിയേണ്ടവർക്ക് അങ്ങനെ അരിയാം. പക്ഷേ കാബേജ് ഇതുപോലെ കനം കുറച്ച് അല്പം നീളത്തിൽ അരിയുന്നതാണ്. ഒരു പ്രത്യേക രുചിയുണ്ടത് വെച്ച് കഴിഞ്ഞാൽ. കാബേജ് മുഴുവൻ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെറിയ ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരപ്പിൻ്റെ കൂടെ ചതച്ചെടുക്കാൻ. ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളക് ചതയ്ക്കാനാണ്, എന്നാലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അരപ്പും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം. പച്ചമുളക് ചതയ്ക്കാനായതുകൊണ്ട് അരിയണമെന്നില്ല, ഞാനങ്ങ് അരിഞ്ഞതേ ഉള്ളൂ. തേങ്ങ, ഇത് ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1/4 കപ്പ് മാറ്റി വെക്കുവാണ്. 1/2 കപ്പ് തേങ്ങയെ ചതയ്ക്കാൻ എടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില. അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിന് പകരം അരിയാണ് ചേർക്കുന്നത്. അരി പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന പരിപ്പ് നിറം മാറി വന്നിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ചേർക്കാം. ഒരൽപ്പം കറിവേപ്പിലയും ചുമന്നുള്ളി അരിഞ്ഞതും ചേർക്കാം. ഈ ചുമന്നുള്ളി ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കാബേജിന് ഒരു മണം ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല അത് കറി വെച്ച് വരുമ്പോഴത്തേക്കും. അതിന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചി ഒന്ന് വാടി വരണം. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം.
തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ കുറച്ച് കാബേജ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ ചേർത്തത്. ഏത് തോരൻ വെച്ചാലും തേങ്ങ കുറച്ചാൽ ആ നമ്മൾ ചേർക്കുന്ന ആ വെജിറ്റബിളിൻ്റെ രുചി കിട്ടുള്ളൂ. അരപ്പിനൊന്ന് ചൂട് കയറി വരണം. അരപ്പിന് നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. ഉപ്പ് ചേർക്കാം. ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി ഇത് അടയ്ക്കാതെ വേവിക്കുന്നതാണ് ഏറ്റവും രുചി. അടച്ചു കഴിഞ്ഞാൽ ആവി വെള്ളവും കൂടെ ഇറങ്ങി ഒത്തിരി കുഴഞ്ഞു പോകും. ഇത് നമുക്ക് കുഴയാതെ നല്ല രീതിയിൽ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് തട്ടിപ്പൊത്തി വെക്കുക. അങ്ങനെ ഇത് മൂടി വെക്കാതെ തന്നെ വേവിച്ചെടുക്കണം. എത്ര വന്നാലും കാബേജ് വെന്ത് കുഴഞ്ഞു പോയില്ല. പക്ഷെ വെള്ളം വന്നാൽ കാബേജ് വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇപ്പം കണ്ട വേറെ വരെ കിടക്കുന്ന ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ലേ. നമുക്ക് കാബേജ് വെന്തോന്ന് നോക്കാം. കാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർക്കാം. അതൊന്ന് ആവി കയറിയാൽ മതി. നമ്മൾ മൂടി വെക്കാതെ തന്നെ തേങ്ങ ഇട്ടതിൽ ആവി കയറിയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പച്ചത്തേങ്ങ എങ്ങനെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ആവി കയറുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ തോരനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പം നേരം കൂടെ ഇങ്ങനെ വെച്ചേക്കാം. മൂടണ്ട. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളും ഈ വിധത്തിലൊന്ന് കാബേജ് തോരൻ വെച്ച് നോക്കണം. സാധാരണ വെക്കുന്നേക്കാൾ ഒരു പ്രത്യേക രുചിയുണ്ട്. നമ്മുടെ കാബേജ് തോരൻ റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. സൂപ്പർ രുചിയിലുള്ള ഈ കാബേജ് തോരൻ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇങ്ങനെയേ വെക്കുകയുള്ളൂ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.